السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. റസാനത്ത് ഭാഗം 7. لو نلت علما لا نلت العزة قد رحلت إليك من كل مسر خضاعا ثلل يسعى إلى مثمر من كل أمكنة طيرها ليس إليه الخط والرسل. ലൗ നിൽത ഇൽമൻ, നീ മതവിജ്ഞാനം കരസ്ഥമാക്കിയാൽ, ലനൽതൽ ഇസ്സ, നിശ്ചയം നീ ഔന്നത്യം എത്തിച്ചു. നീ മതവിജ്ഞാനം കരസ്ഥമാക്കിയാൽ നിശ്ചയം നീ ഔന്നത്യം എത്തിച്ചു. ഖദ് റഹലത് ഇലൈക, നിശ്ചയം നിന്റെ അരികിലേക്ക് യാത്ര പുറപ്പെടുന്നതാണ്. മിൻ കുല്ലി മിസ്രി, എല്ലാ ഭാഗത്തിൽ നിന്നും നിന്റെ അരികിലേക്ക് യാത്ര പുറപ്പെടും, നിന്റെ അരികിലേക്ക് വരും. താഴ്മയുള്ളവരായ നിലയിൽ എല്ലാവരും നിന്റെ അരികിൽ വരും. തുലലൂ, ജനക്കൂട്ടങ്ങൾ മുഴുവനും നിന്റെ അരികിലേക്ക് വരും. യസ്ആഇലാ മുസ്മിരിൻ മിൻ കുല്ലി അംകിനതി ത്വയ്റുൻ വലൈസ ഇലൈഹി അൽ ഖത്തു വർ-റസുലു. യസ്ആഇലാ മുസ്മിരിൻ, പഴമുള്ള വൃക്ഷത്തിലേക്ക് ഉളരി വരുന്നതാണ്. മിൻ കുല്ലി അംകിനതി, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പഴമുള്ളവരിലേക്ക് ആളുകൾ വരും. ത്വയ്റുൻ, പക്ഷികള് കണ്ടോ, പഴമുള്ള വൃക്ഷത്തിലേക്ക് ഉളരി വരുന്നതാരാണ്? എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പക്ഷികൾ വരും. വലൈസ ഇലൈഹൽ ഖത്തു, ആ പക്ഷികളെ കൊള്ളേ കത്തുകളില്ല. വറുസുലു, അവരെ അറിയിക്കാൻ ഒരു ദൂതരുമില്ല. അവർക്ക് മൊബൈൽ ഫോണിൽ വിളിക്കലില്ല, അവർക്ക് കത്തയച്ച് കൊടുക്കലില്ല. അവരോട് ഇന്ന മരത്തിൽ പഴമുണ്ടെന്ന് ആരും പറയലില്ല. എന്നതുപോലെ ഇൽമ പഠിച്ച ആളുകളിലേക്ക് ജനങ്ങൾ മുഴുവനും പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നു. എന്താണ് ഇപ്പൊ അതിന്റെ അർത്ഥം പറയുന്നത്? നീ മതവിജ്ഞാനം കരസ്ഥമാക്കിയാൽ നീ ഔന്നത്യം ഉള്ളവനാകുന്നതാണ്. അങ്ങനെ ഒട്ടേറെ മതപരമായ പ്രശ്നപരിഹാരം തേടി വിവിധ രാജ്യങ്ങളിൽ നിന്നും ജനങ്ങൾ വളരെ വിനയത്തോടുകൂടെ നിന്നെ സമീപിക്കുവാൻ എത്തുന്നു, നിന്റെ അടുത്തേക്ക് എത്തുന്നു. അവിടെ എഴുത്തോ ദൂതരോ കൂടാതെ പഴമുള്ള വൃക്ഷത്തിലേക്ക് പല സ്ഥലങ്ങളിൽ നിന്നോ പക്ഷികൾ വരുന്നത് പോലെ. അപ്പൊ ഇൽമ പഠിച്ച ആളിലേക്ക് എത്ര ദൂരത്തിൽ നിന്നും ജനങ്ങൾ അയാളെ സന്ദർശിക്കാൻ എത്തിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇൽമിന് വലിയ ബഹുമാനമുണ്ട്. ഇൽമ പഠിച്ചാൽ പഠിച്ച ആൾക്കും വലിയ ബഹുമാനമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.